നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേയിലാണ്. നമ്മൾ വന്നിരിക്കുന്നത് മേത്തർ ബസാറിലേക്കാണ്. എല്ലാ വർഷവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷേ എന്നിരുന്നാലും ഓരോ വർഷം വരുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ വർഷം എന്താണ് പുതിയതെന്ന് അറിയാൻ. പിന്നെ കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഈ വർഷം വില കുറഞ്ഞിട്ടുണ്ടോ, അതൊക്കെയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വൈബ് ആസ്വദിക്കണം, അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ വന്നിരിക്കുന്നത് നവംബർ 30-നാണ്. മാത്രമല്ല ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഡിസംബർ 1-ന് മുമ്പേ തന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പോയിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് നേരെ മേത്തർ ബസാറിലേക്ക് പോവാം. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മേത്തർ ബസാറിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തൊപ്പികളും കണ്ണാടികളും ഒക്കെ വെക്കുന്ന ഒരു ചേട്ടനാണ്. എല്ലാ വർഷവും ഈ ചേട്ടൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആക്ച്വലി മേത്തർ ബസാറിലേക്കുള്ള ഒരു വെൽക്കം ചെയ്യുന്നത് ഈ ചേട്ടനാണെന്ന് തന്നെ പറയാം. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കണ്ണാടികൾ ഓരോ വർഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം 1-2 കണ്ണാടികൾ പുതിയതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയറി വരുന്ന വഴിയായതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് മുന്നിലേക്ക് പോകണം. അടുത്തായിട്ട് കാണുന്നത് മെഴുകുതിരികളാണ്. അത് റെഡിമെയ്ഡ് മെഴുകുതിരിയാണ്, ബാറ്ററി പവേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. പുൽക്കൂട്ടിലും ക്രിസ്മസ് ട്രീയുടെ അടുത്തൊക്കെ ഇങ്ങനെ വെക്കാം. അതിനോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റ് ഷോപ്പും ഉണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ലൈറ്റുകളുണ്ട്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാങ്ങിക്കാതെ നമ്മൾ കുറച്ചും കൂടെ അകത്തേക്ക് പോയിട്ട് അതിൻ്റെ റേറ്റും മോഡലും ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അടുത്ത ഷോപ്പിൻ്റെ പേര് പ്രീമിയർ ഫാൻസി കളക്ഷൻ എന്നാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും, അത്രയധികം ഐറ്റംസ് ആണ് ഉള്ളത്. നമ്മൾ കയറുന്ന ഭാഗത്തായിട്ട് തന്നെ കുറേ ഹാങ്ങിങ് ഡെക്കറേഷൻസ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രീയിൽ ഹാങ് ചെയ്യാനും പിന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അടിപൊളി ഐറ്റംസ്, സ്റ്റെയറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ്. അവരുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടെന്ന് പറയാം. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇങ്ങനെ മഞ്ഞ് വീഴുന്ന ടൈപ്പിലുള്ള മറ്റേ പോസ്റ്റ് ബോക്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ ഷോപ്പിൽ കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ ഡെക്കറേറ്റീവ് ഐറ്റംസിനെ പോലെ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടില്ല, കാരണം ഇത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം റേറ്റ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ബ്രോഡ്വേയുടെ പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന ഷോപ്പുകളെക്കാട്ടിയും കമ്പാരിറ്റീവ്ലി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ക്രിസ്മസിന്റെ തീമിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഷോപ്പ് ഫുള്ളായിട്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതും വീട്ടിൽ ഹോം ഡെക്കറേറ്റ് വെക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ കുറേ പുതിയ ഐറ്റംസ് ഈ കടയിൽ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് പുതിയത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കടകളിൽ ഞാൻ കയറുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഓരോ വർഷത്തതും പുതിയ പുതിയ കളക്ഷൻസ് അറിയാൻ പറ്റും. അപ്പം പുതിയ കുറേ കളക്ഷൻസ് ഈ കടയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണല്ലോ. ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഒരു ചെറിയ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ട് ഓഫ് ബ്ലൂം എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ. ആ ഷോപ്പ് വരുന്നത് ലിസി ജംഗ്ഷനിലാണ്. അവിടെയും ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതും ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. അതും ഇതേപോലെ നമുക്ക് ആ ഷോപ്പ് മൊത്തത്തിൽ വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നും, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളത്. പ്രീമിയം ഫാൻസി കളക്ഷൻസിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്. കൂടുതലും ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ട്രീയിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ വീട് അലങ്കരിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഗ്ലോബ് ഷേപ്പിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ബൾബിൻ്റെത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മാലാകമാർ, പിന്നെ സ്നോമാൻ, ചെറിയ ചെറിയ ക്രിസ്മസ് അപ്പൂപ്പന്മാർ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് മേത്തർ ബസാറിലേക്ക് വന്ന് ആദ്യം കാണുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം കണ്ടിട്ട് ഇതെല്ലാം കണ്ട് പോവുക. എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്ത് വെക്കുക, എന്നിട്ട് വില ചോദിച്ചു വെക്കുക. എന്നിട്ട് പോയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഒരു ഷോപ്പിംഗ് നടത്തുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ഷോപ്പ് വൈസ് അല്ല കാണിക്കുന്നത്, ഇവിടെയുള്ള ഡെക്കറേഷൻ ഐറ്റം വൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോപ്പ് വൈസ് കാണിച്ചാൽ ഒരുപാട് കടകളിൽ സെയിം ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, അപ്പോൾ അത് റിപ്പീറ്റേഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടെയുള്ള എന്തൊക്കെയാണ് ഐറ്റംസ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ക്രിസ്മസ് ട്രീകളാണ്. ക്രിസ്മസ് ട്രീയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ട്. അത്ര വെറൈറ്റി ക്രിസ്മസ് ട്രീ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന ട്രീ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ട്രീ അല്ല. നമ്മൾ ഈ മാല വാങ്ങിക്കത്തില്ലേ, ഗ്രീൻ കളർ മാല, അത് ചുറ്റി വെച്ചിട്ട് അതിനകത്ത് സ്നോ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഭയങ്കര റേറ്റ് ആണ്. നമ്മളിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആക്ച്വലി സ്നോ ടൈപ്പ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പെയിന്റ് ചെയ്തോ അങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻസ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ക്രിസ്മസ് ട്രീയുടെ മെറ്റീരിയൽ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 25 രൂപ മുതലുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. തീരെ കുഞ്ഞു ക്രിസ്മസ് ട്രീ മുതൽ 15,000, 20,000, 50,000 അങ്ങനെ റേറ്റ് കയറി പോകുന്ന ട്രീകളുണ്ട്. എല്ലാ ഡെക്കറേഷൻസും വന്നിട്ട് ലൈറ്റുകളും അതിനകത്തുള്ള ഡെക്കറേഷൻ പീസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ട്രീ ഉണ്ട്. അതിന് റേറ്റ് വരുന്നത് 8,000 മുതലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 13,000, 15,000 ഒക്കെയാണ് അതിൻ്റെ ഒരു
ആവറേജ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ 150 രൂപ 200 രൂപയുടെ ട്രീ എന്ന് പറയുമ്പോൾ അതിന് ജസ്റ്റ് ബ്രാഞ്ചുകൾ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിന് ഭയങ്കര കാര്യമായ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ബുഷി ടൈപ്പുള്ള ട്രീക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 3000 3500 അങ്ങനത്തെ ഒരു ട്രീയുടെ റേറ്റ് വരുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രീ എന്ന് പറയുന്നത് സ്നോ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ട്രീകൾ കുറേ ഉണ്ട്. അതിനാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷനാണ് കാണാനായിട്ട്. നമ്മളിങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ക്രിസ്മസ് ട്രീകൾ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഇരിക്കും. സ്നോ വന്നിട്ട് ഇങ്ങനെ റിയൽ സ്നോ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ട്രീ ഉണ്ട്. അതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് 3500 ആ റേറ്റാണ് വരുന്നത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. നമുക്ക് ഡെക്കറേഷൻസ് വാങ്ങിക്കൊണ്ടുപോയി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രീകളുണ്ട്. പിന്നെ ഉള്ളത് ലൈറ്റുകളാണ്. നമുക്ക് പുൽക്കൂട്ടിലും വീട്ടിലും ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റുന്ന കുറേ ടൈപ്പ് ലൈറ്റുകളുണ്ട്. അത് പല പല മോഡലുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന വാം ലൈറ്റുകളുണ്ട്. പിന്നെ മൾട്ടി കളർ ലൈറ്റുകളുണ്ട്. പിന്നെ 3 വട്ടം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കളർ മാറി വരില്ലേ, അങ്ങനെയുള്ള കുറേ ലൈറ്റുകളുണ്ട്. അതിൻ്റെ ഒരു ബേസിക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ മുതലാണ്. അതിൻ്റെ മുകളിലോട്ടുള്ള കുറേ റേഞ്ചിലുള്ള ലൈറ്റുകളുണ്ട്. ലൈറ്റുകൾ ഞാൻ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ ഇപ്രാവശ്യം കണ്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട ലൈറ്റുകൾ തന്നെയുള്ളൂ. 1 2 ഒക്കെ മാത്രമേ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ വന്നത് നവംബർ 30 പറഞ്ഞില്ലേ, ഇനിയും കുറേ സ്റ്റോക്കുകൾ ഇവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആദ്യമേ തീർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുക. നമ്മൾ നവംബർ 30 വന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിന് വന്ന് വാങ്ങിക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കത്തില്ല ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ. ഡിസംബർ 10 കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പ്രൈസ് കയറും. ഡിസംബർ 20 കഴിയുമ്പോൾ നമുക്ക് തൊട്ടാ പൊള്ളുന്ന വിലയായിരിക്കും. അതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ട്രീ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൻ്റെ ഫസ്റ്റ് വീക്ക് തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രീ അലങ്കരിക്കാൻ പോകുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. ആക്ച്വലി ഇവിടെ 5 രൂപ മുതലുള്ള സാധനങ്ങളുണ്ട്. 5 രൂപ മുതൽ നമുക്ക് ട്രീ അലങ്കരിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 രൂപയുടെയൊക്കെ ഐറ്റം ഉണ്ടോ എന്ന്. ലിറ്ററലി ഉണ്ട്, 5 രൂപയുടെ ഐറ്റം ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചെറിയ റെഡ് കളർ സംഭവമില്ലേ, അതിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് 5 രൂപയാണ്. 2 എണ്ണം 10 രൂപ അങ്ങനെയാണ് റേറ്റ് പോണത്. പിന്നെ 15 രൂപയുടേതുണ്ട്. എന്തായാലും ബേസിക് പ്രൈസ് വരുന്നത് 5 രൂപയാണ്. അതിൻ്റെ ഒരു 10 എണ്ണം വാങ്ങിച്ചാൽ തന്നെ നമുക്കൊരു ട്രീയുടെ ഒരു ചെറിയ പോർഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. എല്ലാത്തിനും വില കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. പാക്കറ്റിലുള്ള ഐറ്റംസിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. 100 രൂപ ആവറേജ് 100 രൂപയാണ് പാക്കറ്റ് ഐറ്റംസിന് വരുന്നത്. അല്ലാതെ ഈ ലൂസായിട്ട് നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുന്നതിനാണ് 5 രൂപ 10 രൂപ ആ റേറ്റിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് കാണാം. ഇപ്പം നമ്മൾ കാണുന്ന റെഡ് ആൻഡ് വൈറ്റിലുള്ള മീഡിയം ടൈപ്പിലുള്ള മഷ്റൂമിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ചെറുതുണ്ട് പാക്കറ്റിലാക്കിയിട്ട്, അതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ പുൽക്കൂട്ടിൽ ഈ തിന്ന ഇടത്തില്ലേ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇടയിൽ ആക്ച്വലി കുത്തി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതൊരു ന്യൂ ഐറ്റം ആണ്, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് CK മാത്യു ആൻഡ് സൺസ് എന്ന് പറയുന്നൊരു ഷോപ്പാണ്. ഇങ്ങനെയുള്ള വെറൈറ്റി ഷോപ്പുകൾ മാത്രമേ നമ്മൾ ഷോപ്പ് വൈസ് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഐറ്റം വൈസ് ജസ്റ്റ് കണ്ടുപോവുകയാണ്. ഈ ഒരു ഷോപ്പ് ഞാൻ എല്ലാ വർഷവും വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓരോ വർഷത്തെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും.
ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവർ ഓരോ വർഷവും കൊണ്ടുവരുന്നത്. ഈ ഒരു കടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിൽക്കും. ഇപ്രാവശ്യം എന്താണ് ഇവർ ന്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓരോ ഐറ്റം ഇവർ വെക്കത്തില്ല, എല്ലാം തന്നെ പുതിയ ഐറ്റംസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഐറ്റംസ് ഒക്കെ വിറ്റ് പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര അടിപൊളി സാധനങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണെടുക്കാൻ പോലും നോക്കത്തില്ല. നേരത്തെ ഒരു ഷോപ്പ് കാണിച്ചില്ല, അതേപോലെ തന്നെയാണ് ഇവർക്കും കുറേ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഷോപ്പാണ്, ഒരുപാട് പേര് വന്ന് വാങ്ങിക്കുന്ന ഷോപ്പാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടത് തടിയിലുള്ള ക്രിസ്മസ് ട്രീ, ഇങ്ങനെ തടി ചീകിയിട്ട് അതിങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയധികം ഭംഗിയുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടു നോക്ക്. ഇനിയുള്ളത് സാന്റാക്ലോസ് ആണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മളിങ്ങനെ ശരിക്കും ഇതിനെ നോക്കി നിൽക്കും. ബാറ്ററി പവേർഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഡാൻസ് കളിക്കുന്നത്, കുറേ സൗണ്ട് വെക്കുന്നത്, അങ്ങനത്തെ ടൈപ്പുകളുണ്ട്. അല്ലാതെ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന, ട്രീയുടെ അടുത്തൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഒരു 10-15 സെൻറ്റിമീറ്റർ മുതൽ എൻ്റെയൊക്കെ ഹൈറ്റിൽ വരെയുള്ള സാന്റാക്ലോസ് ഉണ്ട്. ഒരു ഭാഗത്ത് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു കൂട്ടം സാന്റാക്ലോസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ വെച്ച് ഇവരെന്താണ് സമരത്തിന് പോവുകയാണോ എന്ന്. അത്രയധികം ആൾക്കാരുണ്ട്. ഇത്രയും കൂട്ടത്തോടെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 3-4 എണ്ണം, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 10 എണ്ണം, അത്രയൊക്കെ ഒരുമിച്ചൊരു ഷോപ്പിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പം എല്ലാ ഷോപ്പുകളിലും ഇത്രയും അധികം ഉണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ ഇത്രയും വലിയൊരു സാന്റാക്ലോസിനെ നമ്മൾ ട്രീയുടെ അടുത്തായിട്ടൊന്നും വെക്കത്തില്ലല്ലോ. ഇത് ചിലപ്പം എന്തെങ്കിലും കടകളിലോ അങ്ങനെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ വെക്കുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം വെറൈറ്റി കളക്ഷൻസ് വെക്കത്തില്ലല്ലോ. അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയുള്ളത് ക്രിസ്മസ് റീത്തുകളാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് റീത്തുകൾ. അത് 100 രൂപ മുതലുള്ള റീത്തുകളുണ്ട്. 100 രൂപ മുതൽ 2000, 2500 അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത റീത്തുകളുണ്ട്. അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് റീത്തിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പല കളറുള്ളതുണ്ട്. ക്രിസ്മസ് തീം മാത്രമല്ല, വേറെ കളറിലുള്ളതും ഉണ്ട്. പിന്നെ
ഉള്ളത് ക്രിപ്പ് സെറ്റുകളാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള ക്രിപ്പ് സെറ്റുകൾ അവൈലബിൾ ആണ്. ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെ ഉണ്ട്. പിന്നെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ മുതൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വരെ ഉണ്ട്. ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മാർബിളിലൊക്കെ ചെയ്തിരിക്കുന്ന ക്രിപ്പ് സെറ്റുകളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വില നമ്മൾ ചോദിച്ച് പല കടകളിൽ ചോദിച്ച് ഓരോ സ്ഥലത്തും നമ്മൾ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വേണം ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ വാങ്ങാനായിട്ട്. അത് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും മാസ്ക്, തൊപ്പി അങ്ങനെയുള്ള വലിയ കളക്ഷൻസ് ഉണ്ട്. അത് 1-2 കടകളിലുണ്ട്. അതിൻ്റെ വടി ഉൾപ്പെടെ ഉണ്ട്. ഫുൾ അറ്റയർ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അത് ചെറിയ കുട്ടി മുതൽ, അതായത് ന്യൂ ബോൺ ബേബി മുതൽ എത്ര നല്ല ഹൈറ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, എത്ര തടിയുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉടുപ്പുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകം ഷോപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മാസ്ക്, തൊപ്പി അതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇനി നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്, സ്റ്റാർസ്. ആക്ച്വലി ഇപ്രാവശ്യം ഞാൻ നേരത്തെ വന്നതുകൊണ്ട് തന്നെ സ്റ്റാർസ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഹാങ് ചെയ്തിട്ടില്ല. ഈ ബ്രോഡ്വേയിൽ വരുമ്പോൾ നമ്മൾ റീലായിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നമ്മളെല്ലാത്തിലും കാണുന്ന ഇങ്ങനെ ആകാശം നിറയെ സ്റ്റാർസ് നിൽക്കുന്നില്ലേ, ആ ഒരു കാഴ്ച കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അതെനിക്ക് മിസ്സായി പോയി. നേരത്തെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു മൊത്ത സെറ്റപ്പ് അങ്ങോട്ട് ആയിട്ടില്ല. ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇവർ അങ്ങോട്ട് സ്റ്റാർ തൂക്കിയിട്ടില്ല. 2 സൈഡിലും. പിന്നെ മുകളിൽ കുറച്ച് സ്റ്റാർസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനല്ലേ പറ്റുള്ളൂ. ഒരു വട്ടവും കൂടെ വരാനാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. വീഡിയോ കൂടെ എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് വന്നത്. പിന്നെ വീക്കെൻഡ് ആയതും കൊണ്ടും ഇന്ന് തിരക്കുമാണ്. അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾ ബ്രോഡ്വേയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് വരാതെ വർക്കിംഗ് ഡേയ്സിൽ എപ്പോഴെങ്കിലും വരാൻ നോക്കുക. അത് പകൽ വരാതെ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വരിക. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ ലൈറ്റപ്പോട് കൂടി കാണാൻ പറ്റുള്ളൂ. പലതരം സ്റ്റാർസുകൾ നമുക്കിങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ തോന്നും. ഒരാൾ പോലും ഇവിടുന്ന് ഫോട്ടോ എടുക്കാതെയോ വീഡിയോ എടുക്കാതെയോ ഇവിടുന്ന് കടന്നു പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ നിൽക്കാനായിട്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കി മുകളിൽ ഇങ്ങനെ നോക്കി കറങ്ങി അങ്ങ് നിന്ന് പോകും. ഇവിടെ സ്റ്റാർസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ മുതലാണ്. 100 രൂപ മുതൽ 500, 600 അങ്ങനെയാണ് ഓരോന്നിൻ്റെ റേറ്റ് പോകുന്നത്. ഓരോ വർഷവും ഇവർ പുതിയതായിട്ടുള്ള കുറേ സ്റ്റാർസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും വൈറ്റും പിന്നെ റെഡും കളറിലൊക്കെയുള്ള കുറേ ടൈപ്പ് സ്റ്റാർസുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോഡ്വേയുടെ ക്രിസ്മസ് കാഴ്ചകൾ ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1-2 ഷോപ്പുകൾ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. സ്റ്റാർസിൻ്റെതും പിന്നെ വേറൊരു ഷോപ്പും കൂടെ മാത്രമേ ഓപ്പൺ ആകാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ 20 മുമ്പ് വരാൻ നോക്കുക. എത്രത്തോളം നേരത്തെ വരുന്നോ അത്രത്തോളം നമുക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും. ക്രിസ്മസിനോട് അടുക്കും തോറും ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് കൂടും. 5 രൂപ എന്നുള്ളത് ചിലപ്പോൾ 25 രൂപ വരെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഒന്ന് വാങ്ങിക്കാൻ നോക്കുക. വീക്കെൻഡ് വരുന്നതിനേക്കാളും മുമ്പ് വർക്കിംഗ് ഡേ തന്നെ വരാനും നോക്കുക. പിന്നെ വരുമ്പോൾ രാത്രിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈബും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പ് ബ്രോഡ്വേയിൽ വന്നിട്ടുണ്ടെങ്കിലോ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.